റാം നാരായൺ റാം. മഹാന്മാരായ പ്രവർത്തനരായവർ ഈ വിവേകം നേടിയെടുത്ത് തങ്ങളുടെ ശരീരത്തിൽ അതീവ ശക്തിയെ സംഗ്രഹിക്കുന്നു. ഈ മഹാശക്തി ശരീരത്തിനുള്ളിൽ സഞ്ചരിക്കുന്നു. ഒരു സമുദ്രത്തിൽ നിന്ന് നദികൾ, കാലവഴികൾ, കനാൽ, തടാകങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. എല്ലാ ജീവജാലങ്ങളിലും ആകർഷണശേഷിയുള്ള ശക്തി ഉണ്ട്. ഒരുവൻ രണ്ടുമാണെങ്കിൽ മറ്റുള്ളവരും ഉണ്ടാകും. ഒരു ശക്തി ഉണ്ടായാൽ അനന്തമായ മറ്റ് ശക്തികൾ സ്വാഭാവികമായും വരിത്തുടങ്ങും. അതുകൊണ്ട് ഒരു ഉറുമ്പായാലും ഒരു കൊതുകായാലും ആകർഷണ ശക്തി എല്ലാവരിലും ഉണ്ട്. ഈ ശക്തി എന്തിനാണ് ഉണ്ടാകുന്നത്? ദൂരെയുള്ള ഗ്രഹങ്ങളിൽ നിന്നുള്ള ഊർജ സന്ദേശങ്ങൾ എല്ലാ ജീവജാലങ്ങളിലേക്കും എത്തിക്കാനായി. അഗ്നിപർവ്വതത്തിൻ്റെ അകത്തു നോക്കുമ്പോൾ തീ ജ്വലിക്കുന്നതായി കാണാം. അത് പുറത്തേക്ക് വന്നാൽ വലിയ സംഭവങ്ങൾ ഉണ്ടാകും. സൂര്യൻ്റെയും അകത്ത് അത്തരത്തിൽ തീ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ നിങ്ങൾ കാണും, സൂര്യൻ ഭാഗം ഭാഗമായി ചിതറിപ്പൊളിഞ്ഞ് തണുത്തുപോയിരിക്കും. ഈ ജ്വലിക്കുന്ന തീയിൽ നിന്നാണ് ഭൂമി രൂപം കൊണ്ടത്. ഭൂമിയും ഒരു കാലത്ത് തിളച്ചുകൊണ്ടിരുന്ന ഒരു ഗോളമായിരുന്നു. മനുഷ്യൻ്റെയും അകത്തു അത്തരത്തിൽ തീ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് നിരവധി ഘടകങ്ങളുണ്ട്. ഭൂമിയിൽ വേനൽ ഉണ്ട്, ശൈത്യം ഉണ്ട്. ഓരോ സ്ഥലത്തും വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. എവിടെയോ ചൂട്, എവിടെയോ തണുപ്പ്. നമുക്ക് എവിടേക്കും പോകാമെന്ന് തീരുമാനിക്കാം. ഒരേ വ്യക്തി ചൂടുള്ള സ്ഥലത്തേക്കും തണുത്ത സ്ഥലത്തേക്കും പോകാൻ കഴിയും. നമുക്കുള്ളിൽ ബോധശക്തി ഉണ്ട്. ബോധശക്തി ഉണ്ടായിരിക്കുമ്പോൾ അതിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ല.